സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടൊരു ട്രീറ്റ്മെന്റ് സൊസൈറ്റിയിൽ കൊടുക്കണം എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. അങ്ങനത്തെ ഒരു കാര്യം വേണ്ട എന്ന് അഭിപ്രായപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഒരു പെൺകുട്ടി ബുള്ളറ്റിൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബസ്സിൽ ഒരു ചേച്ചി ഇരുന്ന് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അത്ഭുതത്തോടെ, അതിശയത്തോടെ, പേടിയോടെ നോക്കുന്ന ഒരു സൊസൈറ്റിയാണ്. അതെ, ഒരു ചേച്ചിന് മലയാളികളെ പറയിക്കാൻ വേണ്ടി എന്തിനാണ് ഇങ്ങനത്തെ? സ്ത്രീയുടെ ശത്രു സ്ത്രീ തന്നെയാണ്. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ കഴിഞ്ഞ മാസം കേട്ട 2 പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഒന്ന്, നമ്മുടെ ഇന്നലെ അധികാരമേറ്റ VD സതീശൻ സർക്കാർ ഫ്രീ ആയിട്ട് സ്ത്രീകളെ ബസ്സിൽ യാത്ര ചെയ്യിക്കുമെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. 2, ബീഹാറിലെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്തിനാണ് സ്ത്രീകൾ പുറത്തിറങ്ങുന്നത്, അവർ അകത്തിരിക്കേണ്ടവരല്ലേ, അവർ വീടിനകത്തിരിക്കേണ്ടവരല്ലേ എന്നീ 2 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അവർ രണ്ടുപേരും പറഞ്ഞത് കറക്റ്റാണ്. സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടൊരു ട്രീറ്റ്മെന്റ് സൊസൈറ്റിയിൽ കൊടുക്കണം എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. എന്നാൽ ഈ അഭിപ്രായത്തിന് വിരുദ്ധമായിട്ട് സ്ത്രീകൾ അങ്ങനെ പ്രത്യേക പരിഗണന ലഭിക്കേണ്ടവരല്ല സൊസൈറ്റിയിൽ, അവരെയും തുല്യരായിട്ട് കാണണമെന്ന് പറഞ്ഞുകൊണ്ടുവരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ആ ഗ്രൂപ്പിനെ പ്രതിനിധീകരിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ആപ്റ്റ് ആയിട്ടുള്ള ഒരാള് നമ്മളോടൊപ്പം ഇന്നുണ്ട്. അതുല്യ, വെൽക്കം. താങ്ക് യു സോ മച്ച്. ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ മാത്രം എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഷീ ഈസ് ദ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ഡൈവർ, വിമൻ commercial diver in India. Yes. Okay, so it's a great pleasure to meet you. Thank you so much. Welcome to Naughty Flash. You too. ഇത് നമ്മളൊരു പ്രോപ്പർ ഇന്റർവ്യൂ ഒന്നുമല്ല. Okay, nice. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഫുഡ് കഴിക്കുന്നതിനിടയിൽ നമ്മുടെ സംസാരം, ചില്ലറ സംസാരം, അത്രേ ഉള്ളൂ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള ഒരു ടൈപ്പ് ഒന്നും കാണണ്ട. ഈ ഞാൻ പറഞ്ഞ 2 സ്റ്റേറ്റ്മെന്റ്സും കേട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. Yes, കേട്ടു. സ്ത്രീകൾക്ക് അങ്ങനെ ഒരു പ്രത്യേക പരിഗണന, അതായത് ഇപ്പൊ വികലാംഗർക്ക് ഒരു പ്രത്യേക സ്ഥലം, ഇരിപ്പിടം കൊടുക്കുന്നുണ്ട് ബസ്സിനകത്ത്, സ്ത്രീകൾക്ക് ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ഈവൻ അങ്ങനെ കൊടുക്കുന്നത് പോലും പലരും എതിർക്കുന്നതാണ്. അപ്പോ സ്ത്രീകൾക്ക് അങ്ങനെ വരുമാനം ഇല്ലാത്തവരാണ്, അല്ലെങ്കിൽ അവർ പുരുഷന്റെ കീഴിൽ ജീവിക്കേണ്ടവരാണ്, അതുകൊണ്ട് അവർ പാവങ്ങളായതുകൊണ്ട് ഫ്രീ ആയിട്ട് കൊടുത്തേക്കാം എന്ന ഒരു ചിന്താഗതി ഉണ്ട് പലർക്കും. അത് ശരിയാണ്? തീർച്ചയായിട്ടും വേണ്ട, അങ്ങനത്തെ ഒരു കാര്യം വേണ്ട എന്ന് അഭിപ്രായപ്പെടുന്ന ഒരാളാണ് ഞാൻ. അത് എനിക്ക് തോന്നുന്നു എന്റെ പ്രൊഫഷൻ, ഞാൻ തെരഞ്ഞെടുത്ത ഒരു പ്രൊഫഷൻ തന്നെ അങ്ങനത്തെ ഒരു തീരുമാനത്തിൽ നിന്ന് അതൊന്ന് ബ്രേക്ക് ചെയ്യാം. അതായത് പുരുഷന്മാർ മാത്രം ചെയ്യുന്ന ജോലി, അല്ലെങ്കിൽ ഇത് മാത്രം പുരുഷന്മാർ ചെയ്യുന്നു, അങ്ങനെയല്ല. എല്ലാ മേഖലയിലും സ്ത്രീ ആയിക്കോട്ടെ, പുരുഷനായിക്കോട്ടെ, ഈവൻ ട്രാൻസ് ആയിക്കോട്ടെ, വാട്ട് എവർ, എല്ലാവരും ഈക്വൽ ആണ്. ഒരാൾക്കും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നമ്മുടെ ബസ്സിൽ യാത്ര ചെയ്യുന്നതിന് അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യണം. എന്തിന്? നമ്മൾ അധ്വാനിക്കുന്നില്ലേ, നമ്മളടുത്ത് പൈസ ഇല്ലേ, നമ്മൾ അത് വെച്ച് നമ്മുടെ ഒരു ക്യാഷ് വെച്ചിട്ട്, നമ്മൾ സ്വന്തമായി അധ്വാനിച്ചിട്ട് ആ പൈസ വെച്ച് നമ്മൾ ട്രാവൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഈവൺ ഒരു ക്ലോത്ത് മേടിക്കുകയാണെങ്കിൽ പോലും നമ്മൾ സെൽഫ് പ്രൗഡാണ്. അത് ഞാൻ അധ്വാനിച്ച പൈസയും കൊണ്ട് മേടിക്കുകയാണ് എന്നുള്ളത്. സോ പുരുഷന്മാർ യാത്ര ചെയ്യുന്ന പോലെ തന്നെ സ്ത്രീകളും യാത്ര ചെയ്യട്ടെ. അങ്ങനെ ഒരു ഫ്രീയുടെ ഒരു ആവശ്യം എന്നെ സംബന്ധിച്ചോളം എനിക്ക് തോന്നിയിട്ടില്ല. ബിക്കോസ് ഞാൻ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഒരു താല്പര്യം തോന്നാത്തത് ആക്ച്വലി. ഇനി നമുക്ക് അതുല്യയുടെ പ്രൊഫഷനിലേക്ക് വരാം. നമ്മുടെ വിമൻസ് ക്രിക്കറ്റ് ടീം, നമ്മുടെ അവരുടെയൊക്കെ ഇന്റർവ്യൂസ്, അതിനകത്തുള്ള മെമ്പേഴ്സിന്റെ ഇന്റർവ്യൂസ് കാണുമ്പോൾ അവരെല്ലാരും പറയുന്നത് ഒരാളിൽ നിന്നും ഇൻസ്പയർഡ് ആയി. അത് ചിലപ്പോൾ ഒരാണായിരിക്കും. അങ്ങനെ ഒരാളിൽ നിന്ന് ഇൻസ്പയർഡ് ആയി, അല്ലെങ്കിൽ അവരുടെ ഒരു ഫാമിലിയിലുള്ള ഒരു മെമ്പറിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് ക്രിക്കറ്റർ ആയത് എന്ന് പറയാം. അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ, ഒരു സാധ്യതയും ഉണ്ടെന്ന് തോന്നുന്നില്ല. 2, പാലക്കാട് നിന്നാണ് വരുന്നത്. കടലുമായിട്ടൊരു ബന്ധവുമില്ലാത്ത അതുല്യ എങ്ങനെയാണ് നേരത്തെ പറഞ്ഞ പോലെ വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ജോബ്സ് ഇൻ ദ വേൾഡ് സെലക്ട് ചെയ്തത്? എന്നെ സംബന്ധിച്ചോളം എനിക്ക് അതുപോലെ തന്നെ ഒരു റോൾ മോഡൽ ഇല്ല. എന്റെ റോൾ മോഡൽ ഞാൻ തന്നെ. എല്ലാരും ചോദിക്കും ആരാണ് റോൾ മോഡൽ, ആരാണ് ഇൻസ്പിറേഷൻ. എനിക്ക് അങ്ങനെ പറയാൻ ഒരാളില്ല. ഈ ഒരു ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ പറയാൻ ഒരാളില്ല. സോ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്, ഞാൻ വുമൻസ് കോളേജിലാണ് പഠിച്ചതൊക്കെ. സോ അവിടെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ജെൻഡർ സ്റ്റഡീസ് എന്നുള്ള ഒരു സബ്ജക്ട് പഠിക്കുന്ന സമയത്താണ് പുരുഷന്മാർ ചെയ്യുന്ന ജോലി സ്ത്രീകൾ ഇന്ന രീതിയിൽ എപ്പോഴും സേഫ് ജോബ്സ് ആണ് ലേഡീസ് സെലക്ട് ചെയ്യുന്നത്, എന്തുകൊണ്ട് ഔട്ട് ഓഫ് ബോക്സ് തിങ്ക് ചെയ്യുന്നില്ല എന്ന് നമ്മൾ ചിന്തിച്ച് മിസ് പറഞ്ഞതാണ്. ഇതുപോലെ സ്കൈ ഡൈവിംഗ് ആയിക്കോട്ടെ, സ്കൂബ ഡൈവിംഗ് ആയിക്കോട്ടെ, ഇതിലൊന്നും സ്ത്രീകളുടെ സാന്നിധ്യം കുറവാണ് എന്നുള്ള ഒരു ടോപ്പിക് വന്നത്. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ഓക്കെ, എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു സാധനം തിങ്ക് ചെയ്യുന്നത്. എന്താണ് അവിടെ ആ ഒരു ക്രൈറ്റീരിയ എന്താന്നുള്ളത് ഭയങ്കരമായിട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഡൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്നത്. ആ ഒരു ചിന്തയാണ് സത്യത്തിൽ ഡൈവിംഗ് എന്നുള്ള ഒരു ഇൻഡസ്ട്രിയിലേക്ക് എത്തിക്കുന്നത്.
പിന്നീട് സ്കൂബ ഡൈവിംഗ് ഇവിടെ പഠിച്ചു. കേരളത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആദ്യത്തെ പ്രൊഫഷണൽ ലേഡി ഞാനാണ്. അത് കഴിഞ്ഞിട്ടാണ് കൊമേഴ്ഷ്യലിലേക്ക് പോകുന്നത്. കൊമേഴ്ഷ്യലിലാണെങ്കിലും ഞാൻ ഇങ്ങനെ ഉണ്ടായിരുന്നു പഠിക്കണം, കാരണം ഈ ഒരു ഡൈവിങ്ങിന്റെ വേറൊരു വേർഷനാണ്, ഒരു ഹെഡ് എന്ന് പറയാം. ആ ഒരു വേർഷനിലേക്ക് പഠിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരു വലിയൊരു എമൗണ്ട് ആണ്. സോ ഇപ്പോഴല്ല, കുറച്ച് കാലത്തേക്ക് ഇത് മാറ്റി വെച്ചേക്കുമായിരുന്നു ഞാൻ. പക്ഷെ എനിക്കിങ്ങനെ ഒരു ഓഫർ വന്നു, സൗത്ത് ആഫ്രിക്കയിൽ നിന്നായിരുന്നു. അവിടുന്ന് അവരൊരു ഓഫർ വന്നു, ഇതുപോലെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ആദ്യത്തെ വനിത എന്നുള്ള രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ ഓക്കെ, ഞാൻ റെഡിയാണ്. ഓൾറെഡി എനിക്ക് അങ്ങനെ പ്രശ്നമില്ല, ഓൾറെഡി എനിക്ക് ഡൈവിംഗ് അറിയാം, എന്താണ് ഇൻഡസ്ട്രി എന്ന് എനിക്കറിയാം. സോ എന്താണ് അതിലൊരു മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് എനിക്കൊരു പേടിയായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. അവർ പറഞ്ഞപ്പോൾ തന്നെ ഓക്കെ, ഐ ആം റെഡി എന്നുള്ള ഒരു മൈൻഡാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഡൈവിങ്ങിലേക്ക് ആക്ച്വലി ഞാൻ എത്തുന്നത്. ഈ സ്കൂബ ഡൈവിങ്ങിലേക്കാണെങ്കിലും കൊമേഴ്ഷ്യൽ ഡൈവിങ്ങിലേക്ക് എത്തുന്നതും ഇതാണ് അതിന്റെ ഒരു ബേസിക് എന്ന് പറയുന്നത്. ഞാന് വൈറലായിട്ടുള്ള ഒരു വീഡിയോ കണ്ടായിരുന്നു, നമ്മുടെ ശ്രീകണ്ഠൻ നായരുടെ ഷോയിൽ പോയിട്ട്. ഞാനൊരു കടുത്ത ഫെമിനിസ്റ്റ് ആയിരുന്നു, എന്നെ ഈ പ്രൊഫഷനിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം തന്നെ ആ ഫെമിനിസം ആണെന്ന് പറയുന്ന ഒരു സാധനം. ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു, അതിനകത്തുള്ള കാര്യങ്ങളും കേട്ടിരുന്നു. പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് ബ്രീഫ് ആക്കിയിട്ട് പറയാമോ? ആക്ച്വലി എന്നെ ആ ഒരു ഫെമിനിസത്തിലേക്ക് എത്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു ജീവിത കഥ തന്നെയാണ്. സോ അതിൽ നിന്ന് എനിക്ക് തോന്നിയത് ഓക്കെ, ആ പുരുഷന്മാർ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്നുള്ള ഒരു ആ ചെറിയ ഒരു 18 വയസ്സിൽ കിട്ടിയ ഒരു ആക്സിഡന്റിൽ എനിക്ക് തോന്നിയതാണ് ഇങ്ങനെയാണ് എന്നുള്ളത്. അതോടുകൂടി തന്നെ പിന്നീട് അങ്ങോട്ട് പഠിച്ചതെല്ലാം ഞാൻ ഗേൾസ് മാത്രമുള്ള കോളേജ് സ്കൂളുകളിലൊക്കെ ആയിരുന്നു. അപ്പൊ അവിടെയൊക്കെ നോക്കുന്ന സമയത്ത് എന്താ, അവന്മാർ ഇങ്ങനെ ചെയ്യുന്നു. ഈവൺ ഇപ്പൊ ഒരു ബാനർ വലിച്ചു കെട്ടണമെങ്കിലും ഞങ്ങൾ തന്നെ വലിച്ചു കയറിയിട്ട് അവന് പറ്റിയെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പറ്റിക്കൂടാ എന്നുള്ള ഒരു തോട്ടാണ് അവിടുന്ന് കോളേജ് മുതലേ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോഴാണ് എന്തുകൊണ്ടാണ് ഇവര് കൂടുതൽ ഈ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായപ്പോ ഭയങ്കര ഹെവി വർക്കാണ്. സോ അതുകൊണ്ടായിരിക്കും മേ ബി ലേഡീസ് ഇങ്ങനെ മാറി നിൽക്കുന്നത് ഈ ഒരു ഇതെന്ന്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റും. ബോയ്സ് അങ്ങനെയുള്ള എല്ലാ ആളുകളും ഇങ്ങനത്തെ ആളുകളൊന്നും അല്ല. എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരുപാട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് അല്ല എന്നുള്ളത് എനിക്ക് ഈ ഡൈവിംഗ് ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ എന്റെ ആ ഒരു തോട്ട് പ്രോസസ്സ് കംപ്ലീറ്റ്ലി മാറി എന്നതാണ്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് സംസാരിക്കാനായിരിക്കാനോ ടൈം സ്പെൻഡ് ചെയ്യാനും ഏറ്റവും കൂടുതൽ ഞാൻ ബോയ്സിനായിട്ടാണ്. കാരണം എന്റെ ഇൻഡസ്ട്രിയിൽ വേറെ ആളുകളില്ല. ഏറ്റവും കൂടുതൽ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവരോട് കൂടി തന്നെയാണ്. സോ ആ ഒരു തോട്ട് പ്രോസസ് അതോട് കൂടിയിട്ട് അങ്ങോട്ട് അവസാനിച്ചു. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ ഭയങ്കര പുരോഗമിച്ച ഒരു സൊസൈറ്റി എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നും ഒരു പെൺകുട്ടി ബുള്ളറ്റിൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബസ്സിൽ ഒരു ചേച്ചി ഇരുന്ന് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അത്ഭുതത്തോടെ, അതിശയത്തോടെ, പേടിയോടെ നോക്കുന്ന ഒരു സൊസൈറ്റിയാണ്. അതെ, പറഞ്ഞ രണ്ട് സംഭവം. ഇപ്പൊ വന്നതിന് ശേഷം ബുള്ളറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പോണ സമയത്താണെങ്കിലും ആളുകളുടെ ഒരു നോട്ടം, അല്ലെങ്കിൽ ഈവൻ ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് തന്നെ ഇന്നലെ ഞാൻ പെട്രോൾ അടിക്കാൻ വേണ്ടിട്ട് നിർത്തി. ഒരു ചേച്ചിന് മലയാളികളെ പറയിക്കാൻ വേണ്ടിട്ട് എന്തിനാണ് ഇങ്ങനൊക്കെ ഹെയർ ആക്കി നടക്കുന്നത്? ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് ഷോർട്ട് ഹെയർ ആണ്, അപ്പൊ എനിക്കുണ്ടാവില്ല ഒരു ആഗ്രഹം ഇങ്ങനെ നടക്കണം എന്നുള്ള, അല്ലെങ്കിൽ എല്ലാം ഒന്ന് ട്രൈ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടാവില്ല. അത് ചേച്ചി സത്യത്തിൽ എനിക്ക് ഭയങ്കര ബാഡ് അടിച്ചു. എനിക്ക് ഇന്നലെ രാത്രി ഉറങ്ങുന്ന സമയത്ത്, കിടക്കുന്ന സമയത്തൊക്കെ ഞാൻ ചിന്തിക്കുക, എന്നാലും എന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത്, ഇവിടുന്ന് ഞാൻ എണ്ണ അടിക്കാൻ വേണ്ടി കയറിയ സമയത്ത് ഒരു ചേച്ചി വന്നിട്ട് സംസാരിച്ചിട്ട് അവള് ഭയങ്കരമായിട്ട് നല്ല രസമുണ്ട് കേട്ടോ, ഇഷ്ടമായി. ഞങ്ങൾ ഇവിടെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടെ നിന്നല്ല ചെയ്തത്, ഹെയർ സ്റ്റൈലൊക്കെ ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ചെയ്തത്. അപ്പൊ രണ്ട് തരത്തിലുള്ള ആളുകൾ ഇന്നും ഉണ്ട്. നമ്മളെപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, പോസിറ്റീവ് പറയുന്ന ആൾക്കാരും ഉണ്ട്. ഇന്നലെ ഞാൻ വിഷമിച്ചിരുന്നപ്പോ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരുന്നത്. അതെനിക്ക് അത്ര ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പറയുമ്പോഴാണ്. ഞാൻ അവരൊക്കെ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന ഒരാൾക്കാരാണ്. സോ നമ്മുടെ അമ്മമാരെ പോലുള്ള ആളുകൾ നമ്മളെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന ഒരു വിഷമം മാത്രം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് മാറിക്കോളും. വേറെ സ്ഥലത്ത് നിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോക്ക് കിട്ടുന്ന സമയത്ത് നമ്മള് ഹാപ്പിയാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ ഈ പറഞ്ഞതിലും പൊതുവെ ഒരു ധാരണ, സ്ത്രീകളുടെ ശത്രുക്കൾ പുരുഷന്മാരാണ്. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിലും ഈ രണ്ട് തോട്ടുള്ളതും സ്ത്രീകൾക്കാണ്. ശരിക്ക് സ്ത്രീ തന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അവളുടെ ഉള്ളിൽ ഒരു തോട്ട് ഉണ്ടാവുന്നത് വരെ അവളുടെ സ്വതന്ത്രയല്ല. ഇത് സൊസൈറ്റി തിരിച്ചറിയത്തെ. ഇപ്പോൾ ഒരു സ്ത്രീക്കെതിരെ എന്തെങ്കിലും ഒരു അതിക്രമം ഉണ്ടായാൽ ഇത് ഏതോ ഒരു പുരുഷൻ ചെയ്തതാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരവാദി കംപ്ലീറ്റ്ലി പുരുഷനാണ്. പക്ഷെ അതിന്റെ ഒരു റൂട്ട് കോസിനകത്തൊരു സ്ത്രീയും ഇൻവോൾവ് ആണെന്നുള്ളത് ആരും തിരിച്ചറിയുന്നില്ല. എനിക്കത് പലപ്പോഴായി തോന്നിയിട്ടുണ്ട്. പണ്ട് മുതൽ പറയുന്ന പോലെ തന്നെ സ്ത്രീയുടെ ശത്രു സ്ത്രീ തന്നെയാണ്, അല്ലേ?
ഒന്നും വേണ്ടെന്നേ, എനിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഓരോ അച്ചീവ്മെന്റ്സിനാണെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സപ്പോർട്ട് ചെയ്ത് വരുന്നത് ബോയ്സ് ആയിരിക്കും. കൺഗ്രാസ് ചേച്ചി അല്ലെങ്കിൽ കൺഗ്രാസ് അതുല്യ എന്ന് പറഞ്ഞു. അതിൽ സ്ത്രീകളുടെ അളവ് വളരെ വിരലിൽ ഉണ്ടാവുന്നതേ ഉള്ളൂ. പക്ഷെ അവരൊക്കെ എന്നെ നന്നായിട്ട് അറിയുന്നത്. ഇനിയിപ്പോ അതല്ല, എന്നെ അറിയാത്ത ആളുകളായിരിക്കും കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യുന്നത്. അറിയുന്ന ആൾക്കാരെന്താ അതുല്യ, ആ ഒരു സംഭവം നമ്മളുണ്ടാവില്ല, ഇന്ന ആള് നമ്മളെ ഇന്ന് ഇതാക്കും എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് അതൊന്നും കിട്ടില്ല. അപ്പൊ ഞാൻ ഇപ്പോഴും ഞാൻ അതാ പറയുന്നത്, ഞാൻ ഒരിക്കലും 100% ട്രസ്റ്റ് ചെയ്യാത്ത ഒരു വിഭാഗം എന്ന് പറയുന്നത് ലേഡീസ് തന്നെയാണ്. അത്ര ഞാൻ ബോയ്സിനെ ട്രസ്റ്റ് ചെയ്യും. അത്ര ഞാൻ ട്രസ്റ്റ് ചെയ്യും. കാരണം ഇതുവരെ അവരെന്നെ കൂടെ നിന്ന് ചതിച്ചിട്ടില്ല. എന്നെ ചതിച്ചവരെ നമ്മള് അപ്പ തന്നെ എടുത്ത് കളയാന്നല്ലാതെ അതല്ലാണ്ട് അതും വിരലുണ്ടാവുന്ന 1, 2, 3 പേര്. പക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്ന സ്ത്രീകൾ തന്നെ. ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയാ, പാരാന്നുള്ളൊരു വേർഡ് ഉണ്ടല്ലോ, അതെനിക്ക് കിട്ടിയിരിക്കുന്ന ലേഡീസ് തന്നെയാണ്. സോ